ഹലോ ഗായ്സ്, ഇനി റഷ്യയിലേക്ക് വരുന്ന ഒരു കുറച്ചേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ വന്നപ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ സിം എടുക്കാൻ പ്രത്യേകിച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് പാസ്പോർട്ട് കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സിം കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. സിം എടുക്കണമെങ്കിൽ കുറച്ചേറെ അധികം പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമുക്ക് കഴിഞ്ഞ ദിവസം അത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പോകേണ്ടതുണ്ടായിരുന്നു. അതായത് നമ്മുടെ നാട്ടിൽ ഈ ആധാർ കാർഡായിട്ട് ലിങ്ക് ചെയ്യുന്ന ഒരു പരിപാടിയില്ല. ഏകദേശം അതേപോലൊക്കെ തന്നെ ഒരു പ്രോസസ്സ് ഉണ്ട്. പിന്നെ ഇപ്പോൾ ആരിങ്ങോട്ടേക്ക് വന്നാലും അവരെല്ലാവരും ഇത് ചെയ്യണം. സിം കിട്ടാൻ കുറച്ചേറെ പാടാണ്. അപ്പം നമ്മൾ ആ പ്രോസസ്സ് ഒരു പകുതി വരെ ചെയ്തിട്ട് ഇനി വേറെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ബാങ്കിലും നമ്മുടെ സിം എടുത്ത കടയിലൊക്കെ പോയിട്ടാണ് ബാക്കി പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. സോ നമ്മളത് അവിടെ നിർത്തിയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല റീനക്കിൽ പോകുന്നു, അതായത് മാർക്കറ്റിൽ പോകുന്നു, നമ്മൾ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ കുറേ നാൾക്ക് ശേഷം നമ്മൾ ചെറിയുള്ളിയൊക്കെ കണ്ടതിൻ്റെ സന്തോഷത്തിൽ നമ്മൾ ചെറിയുള്ളിയൊക്കെ വാങ്ങി. അവർ നമ്മളെ പറ്റിക്കാൻ നോക്കിയെങ്കിലും നമ്മൾ ബുദ്ധിപരമായിട്ട് അത് വാങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ഇപ്പുറത്ത് തന്നെയുള്ള മോളിൽ കയറി. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ്, അതായത് ഈസ്റ്ററിൻ്റെ നോയമ്പൊക്കെ കഴിഞ്ഞ് കുറേ നാൾക്ക് ശേഷമാണ് നമ്മളിന്ന് KFC കഴിക്കുന്നത്. അതുകൊണ്ട് അതിന് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ നോയമ്പ് കഴിഞ്ഞ് കഴിക്കുന്നുണ്ടായിരിക്കാം. ഞാൻ നോയമ്പ് കഴിഞ്ഞ് ഫസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്. ഫുഡ് കഴിച്ചപ്പോൾ എങ്ങനെയുണ്ട്? സ്വർഗം ഞാൻ കണ്ട്. സൽമാൻ ഖാനെ ഇത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. അങ്ങനെ ലോകത്തില്ലാത്ത ചീഞ്ഞ കോമഡി അടിച്ചുകൊണ്ട് നമ്മൾ രണ്ടുപേരും അതിലെ കൂടെയൊക്കെ നടന്നു. പിന്നെ സൽമാൻ ഖാനെ പൊക്കിയ കട നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊക്കിന്ന് കമന്റ് ഇടുക. ഹൈ വേറൊന്നും ചിന്തിച്ചൂടാട്ടോ. പിന്നെ പാവം പുള്ളിക്കാരനെ പൊക്കിയ കടയുടെ ഇപ്പുറത്തുനിന്ന് നമ്മളൊരു സൂശി വാങ്ങിച്ചു. അത് കൊള്ളാത്തത് കാരണം അത് ഉണ്ടാക്കിയവനെ പ്രാഗുമായിരുന്നു ജജൻസി അവിടെ നിന്ന്. പിന്നെ നമുക്ക് കുറച്ച് വിലയ്ക്ക് ഒത്തിരി സാധനങ്ങൾ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ അവൾ ഫ്ലാറ്റിലേക്കും ഞാൻ ഹോസ്റ്റലിലേക്കും തിരിച്ചു പോയി. അപ്പോൾ ബൈ ഗായ്സ്.